ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമുവൽ ടൈലറുടെ ഫേമസ് പോമായിട്ടുള്ള ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്ന് പറയുന്ന പോമിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് സാമുവൽ ടൈലറെ കുറിച്ചിട്ട് നോക്കാം. അദ്ദേഹം ഇംഗ്ലീഷ് പോയറ്റാണ്, ഫിലോസഫറാണ്, ക്രിട്ടിക്കാണ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് കുബ്ലായ് ഖാൻ, ക്രിസ്റ്റാബൽ, ഡിജക്ഷൻ ആൻഡ് ഓഡ്, ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ്, ദ നൈറ്റിംഗേൾ എന്നതൊക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോമിലോട്ട് പോവാം. ഡിജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പോമ അദ്ദേഹം എഴുതിയിട്ടുള്ളത് 1802 പബ്ലിഷ് ചെയ്യുന്നത് സെയിം ഇയറിൽ തന്നെ ദ മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന ഇതിലാണ്. അതുപോലെ ഈ ഒരു പോമ് ഇനീഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സാറ ഹച്ചിൻസൺ ആണ്. അതായത് ഈ ഒരു ഹച്ചിൻസൺ എന്ന് പറയുന്നത് ഓതറുടെ വൈഫല്ല, ഓതറിന് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളൊരു വുമണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒറിജിനൽ ഡ്രാഫ്റ്റിലെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലെറ്റർ ടു സാറ ഹച്ചിൻസൺ എന്നാണ്. പിന്നീട് അദ്ദേഹം ഓതർ ഡിജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോമിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് ഡെസ്പയർ, ജോയ്, ഇമാജിനേഷൻ എന്നിവയൊക്കെയാണ്. ഇമോഷണൽ സ്റ്റേറ്റ് ആയിട്ടുള്ള ഡിജക്ഷൻ, അതായത് നിരാശ എന്ന് പറയുന്നത് ഒരു സെൻസ് ഓഫ് കളർലെസ് ഹോപ്പ്ലെസ്നെസ് ആണെന്നാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോമിൽ പോയിട്ട് പറയുന്നുണ്ട്, അതായത് വേൾഡിൻ്റെ ബ്യൂട്ടി തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് പവർ ഓഫ് ഇമാജിനേഷനിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സെക്ഷൻ 1 പോയിട്ട് പറയുന്നത് സർ പാട്രിക് സ്പെൻസിനെ കുറിച്ചിട്ടുള്ള ഓൾഡ് സോങ്സ് എഴുതിയ വ്യക്തിക്ക് വെതറിനെ കുറിച്ചിട്ട് അറിയുമെങ്കിൽ ഇപ്പോഴത്തെ കാമായിട്ടുള്ള ഈ ഒരു സീസണിൽ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് ഈ ഒരു പോയിറ്റിനെ ഡിസ്റ്റർബ് ആക്കിയെന്നാണ് പറയുന്നത്. പിന്നീട് പോയിട്ട് ക്ലൗഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ന്യൂ മൂണിനെ മെൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സ്റ്റോം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പോയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ലൗഡ് സൗണ്ട്സും അതുപോലെ ഹെവി റെയിൻസൊക്കെ ബ്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്റ്റോം വരാൻ അദ്ദേഹത്തിന് വളരെയധികം ഡിസയർ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള കഷ്ടപ്പാടുകൾ ഈ ഒരു സ്റ്റോമിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ഇല്ലാതാവുമോ എന്ന് അദ്ദേഹം ഒരു ഹോപ്പ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരികയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പോയിട്ട് പറയുന്നത് അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുന്നതും ക്ഷീണിപ്പിക്കുന്നതുമായിട്ടുള്ള ആഴത്തിലുള്ള ഡാർക്ക് ഡെസ്പയർ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമോഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും, അതുപോലെ കരയുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് കരയുന്നത് പോലും യാതൊരു പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഒരു ലിറ്റിൽ ബേർഡിൻ്റെ സോങ്ങും അതുപോലെ തന്നെ സ്റ്റോമിൻ്റെ സിഗ്നലായിട്ടുള്ള സ്കൈൻ്റെ അൺയൂഷ്വൽ കളറും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൊമെൻ്ററിയിൽ നിന്ന് അദ്ദേഹത്തെ ഡിസ്ട്രാക്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അദ്ദേഹം സ്കൈയുടെ ഫ്യൂച്ചേഴ്സും ബ്യൂട്ടിയും ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എംപ്റ്റിനെസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരവിപ്പും ഈ ഒരു ബ്യൂട്ടിയെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തേർഡ് സെക്ഷനിൽ പോയിട്ട് പറയുന്നത് ബ്യൂട്ടിഫുൾ സൈറ്റ്സിന് ഒരിക്കലും ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലുള്ള ഹെവി പെയിൻസ് അതില്ലാതാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചത് ഒരു റോങ് ഇൻറ്റൻഷൻ ആണെന്ന് പോയിട്ട് പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫീലിങ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ സൺസെറ്റിലേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു ചേഞ്ച് ഇല്ല എന്നും അതൊരു പോയിൻറ്റ്ലെസ് ആണെന്നും പോയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈബ്രൻറ്റ് ഫീലിങ്സും ആനിമേഷൻസും ഒരിക്കലും പുറത്തു നിന്നല്ല വരേണ്ടത്, അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫോർത്ത് സെക്ഷനിൽ സ്പീക്കർ ലേഡിയോട് പറയണം, അതായത് വേൾഡിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് വേൾഡിന് നമ്മൾ എന്ത് നൽകി എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതാണ് സ്പീക്കർ പറയുന്നത്. ആളുകളുടെ ഫീലിങ്സിനെയാണ് ഈ ഒരു നാച്ചുറൽ വേൾഡിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അതായത് ഒരു ബ്യൂട്ടിഫുൾ ആക്കണോ അതല്ലെങ്കിൽ ഫ്രൈറ്റനിങ് ആക്കണോ എന്നത് അവരുടെ ഫീലിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് സ്പീക്കർ പറയുന്നത്. പോയിട്ട് പറയുന്നുണ്ട്, അതായത് ഒരു ബെറ്റർ എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട് അവരുടെ സോളുകൾ ഒരു സ്പെഷ്യൽ ഗ്ലോറിയസ് ആയിട്ട് സ്വീറ്റ്നെസ് ആയിട്ട് അവരെന്ത് ചെയ്യും, പലതരത്തിലുള്ള സൗണ്ടുകളും പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓരോ ബ്യൂട്ടിഫുൾ സൗണ്ട്സും ലൈഫുള്ളതാക്കി മാറ്റുന്നത് സോളാണെന്നാണ് പോയിട്ട് പറയുന്നത്.
ഫിഫ്ത്ത് സെക്ഷനിൽ ലേഡിയോട് സ്പീക്കർ പറയണം, അതായത് ലൈഫിലെ പ്യുവറസ്റ്റ് മൊമെൻറ്റിലുണ്ടാകുന്ന പ്യുവറസ്റ്റ് എക്സ്പീരിയൻസസിലെ ഹാപ്പിനെസ് ആണ് സോൾ മ്യൂസിക്കും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ലൈറ്റുകളും ഉണ്ടാകുന്നതെന്നാണ് സ്പീക്കർ പറയുന്നത്. അതുപോലെ തന്നെ ജോയ്, അതായത് ഹാപ്പിനെസ്സിനെ ലൈഫുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അത് ക്ലൗഡിനെയും റെയിനിനെയും പോലെ ഫ്ലോ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നാച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നാച്ചർ നമുക്ക് ഹാപ്പിനെസ് ഗിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെവൻലി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രീഡിയെയും അതുപോലെ തന്നെ ഈഗോയെയും അതിജീവിച്ചു കൊണ്ടാണ്. ഗ്രീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈഗോ ആയിട്ടുള്ള ആളുകളുടെ ഇമാജിനേഷന് പുറമെ ഒരു ഹെവൻലി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നേച്ചർ നമുക്ക് ഹാപ്പിനെസ് ഗിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഡിലൈറ്റ്ഫുൾ സൗണ്ട്സിൻ്റെയും ഷൈനിങ് കളേഴ്സിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ജോയ്, അതായത് ഹാപ്പിനെസ് ആണെന്നും അത് എക്കോയിങ് മെലഡീസ് ഉണ്ടാക്കുകയും അതുപോലെ വേൾഡിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. സിക്സ്ത് സെക്ഷനിൽ സ്പീക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ചലഞ്ചസ് പോലെ പ്ലേ ചെയ്തുവെന്നും ഫ്യൂച്ചറിലുള്ള ഹാപ്പിനെസ് മുന്തിരി വള്ളികൾ പോലെ, അതായത് വൈന് പോലെ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയൊരു ഹോപ്പ്, പ്രതീക്ഷ പോലെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റ് ടൈം അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് സ്പീക്കർ പറയുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ലൈഫിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ്, ആ സമയത്തുണ്ടായ സ്ട്രഗിൾസ് അദ്ദേഹത്തിൻ്റെ ഹാപ്പി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് ഇമാജിനേഷൻ തന്നെ റോബിങ് ചെയ്ത് കവർന്നെടുത്തു എന്നാണ് പറയുന്നത്. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അൺയൂഷ്വൽ സ്റ്റേറ്റിലായിരുന്നു സോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഉണ്ടായിരുന്നത്. സെവൻത്ത് സെക്ഷനിൽ സ്പീക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റർബിങ് തോട്ട്സസ് ഇല്ലാതാക്കിയിട്ട് ഹോളിംഗ് വിൻസിലേക്ക് അദ്ദേഹം അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് ഒരു ക്രേസ് ആയിട്ടുള്ള ഒരു മാന് ല്യൂട്ട് വായിക്കുന്നത് പോലെയാണ് അതിൻ്റെ സൗണ്ട് എന്നാണ് പറയുന്നത്. റൈനി മന്തിലുണ്ടാവുന്ന ഡെമോണിക് ക്രിസ്മസ് പാർട്ടിയിലെ വിൻഡുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. അതൊരു ട്രാജിക് പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റോവിൻ്റെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കഥകൾക്കിടയിൽ തൻ്റെ മദർ നോക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം സാഡ്നെസ്സും അതുപോലെ തന്നെ ഒറ്റപ്പെടലും ഉള്ള ഒരു നഷ്ടപ്പെട്ട ഒരു കുട്ടിയിലേക്ക് ഈ ഒരു സ്റ്റോറി മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയ്ത്ത് സെക്ഷനിൽ സ്പീക്കർ മിഡ് നൈറ്റിൽ ഒരു പീസ്ഫുൾ സ്ലീപ്പ് ലേഡിക്ക് വിഷ് ചെയ്യുന്നുണ്ട്. മൗണ്ടെയിൻ സ്റ്റോം പുതിയ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്, അല്ലെങ്കിൽ അതൊരു വലിയൊരു ഫസ്, അതായത് ബഹളമാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വിഷ് ചെയ്യുന്നുണ്ട് അവളുടെ വീടിന് മുകളിൽ സ്റ്റാറുകൾ ഷൈൻ ചെയ്യണമെന്നും അതുപോലെ അവൾ വേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഹേർട്ടായിട്ട് ഹാപ്പി ഡ്രീമോട് കൂടി ചെയർഫുള്ളായിട്ട് വേക്കപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം വിഷ് ചെയ്യുന്നുണ്ട്. പോയിട്ട് പ്രേ ചെയ്യുന്നുണ്ട്, അതായത് അവളുടെ ഹാപ്പിനെസ് അവളുടെ സ്പിരിറ്റിനെ ഉണർത്തട്ടെ എന്നും അതുപോലെ വേൾഡിൽ അവൾ അലൈവാണെന്ന് ഫീൽ ചെയ്യണമെന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് പിന്നീട് സ്പീക്കർ പറയാണ് തൻ്റെ ലേഡി ഗോഡിനാൽ പ്രിയപ്പെട്ട ആയതുകൊണ്ട് അവൾ എപ്പോഴും ഹാപ്പിനെസ് അനുഭവിക്കട്ടെ എന്നും ഫ്ലോയിങ് സ്ട്രീം പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ബ്ലെൻഡായി പോവട്ടെ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്ന് പറയുന്ന ഈ ഒരു പോമിൽ അദ്ദേഹം പറയുന്നത്.